ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. കുറേയൊക്കെ ശരിയായിട്ട് നമുക്ക് മാപ്പ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ എപ്പോഴും അത് ശരിയാകണമെന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് യു.പിയിലെ കാർ യാത്രികരെ നയിച്ചത് ബറേലിയിലെ പകുതി നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിലേക്ക്. കാർ നദിയിലേക്ക് പതിച്ച് 3 മരണം സംഭവിച്ചു. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പിൻ്റെ മനഃശാസ്ത്രം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിലാണ് ഇതിൻ്റെ ഉത്ഭവം. അവിടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ലാൻഡ്മാർക്ക് ഉണ്ട്, ചെക്ക് പോയിൻ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഗൂഗിൾ മാപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് ഗൂഗിൾ മാപ്പിൽ ഒരു സ്ഥലം വിസിബിൾ ആണെങ്കിൽ മറ്റൊരു സ്ഥലം വിസിബിൾ അല്ല. അതുകൊണ്ട് ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് യാത്ര ചെയ്താൽ അപകടം സംഭവിക്കും എന്നതിൽ തർക്കമില്ല.